ജംഇയ്യത്തുകളുടെ ഒരുമിച്ചുകൂടൽ കണ്ട് ആരും വിഷമിക്കണ്ട. ആർക്കും വയറ്റിളക്കം ഉണ്ടാവുകയും വേണ്ട. അത് ഉണ്ടായാൽ നമ്മൾ അംഗീകരിക്കുകയോ ഇല്ല. ഇപ്പൊ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ എറണാകുളം ജില്ലയിലെ കാര്യമൊക്കെ പറയാൻ അത്യാവശ്യം ഞാൻ മതി, പോരായിക്കേണ്ടി തൗഫീഖോല് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അത് പറയാനും അത് നേരിട്ട് പറയാനും അത് ഇവിടെ വന്നിന്ന് പറയാനും ഒക്കെ കൂടിയായിട്ടാണ് ഞാനവിടെ കൂടി വന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് വന്ന് അവിടെ കാറ് മാറ്റി ഒതുക്കി നിർത്തി എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ നിന്ന് ഇതെല്ലാം വീക്ഷിച്ച് സന്തോഷത്തോടെ പോകാൻ തീരുമാനിച്ചത്. ഏതായാലും അത് നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അകത്തേക്ക് കയറി ഒരു കാർഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. സദസ്സിലേക്കും കയറി. ഇൻഷാ അല്ലാഹ് ഈ ഐക്യം, ഈ ഒരുമ, ഈ ഒത്തൊരുമ, ഈ ജംഇയ്യത്തിന്റെ ഈ ഒത്തൊരുമ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തും. ഇതിനകത്ത് മഹാനായ ശൈഖുന AP ഉസ്താദ് വരും. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ മുഴുവൻ ആളുകളും വരും. പറ്റൂലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വീൽ ചെയറിൽ എടുത്തുകൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സമന്വയിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒറ്റക്കൊരു ലാബ് പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ജമാഅത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ പ്രസംഗം കേട്ട്, ബഹുമാനപ്പെട്ട മുക്കോസ്താദിന്റെ പ്രസംഗം കേട്ട് വീട്ടിലേക്ക് പോരുത്. നാളെ പള്ളിയുടെ 100 കൊല്ലം മുമ്പ് മൊല്ലാക്ക പൂട്ടി വച്ചിരിക്കുന്ന സെൽഫ് നിങ്ങൾ തുറക്കണം. തുറന്നിട്ട് നിങ്ങളുടെ പള്ളിയുടെ ആധാരം പരിശോധിക്കണം. ഒറ്റ പള്ളിക്കും ആധാരം ഉണ്ടാവൂല. അത് പൂപ്പാട കാലഘട്ടത്ത് ആ രാജവംശത്തിൽ നിന്ന് കിട്ടി, ഇവിടുന്ന് തന്നാധാരമായിട്ട് കിട്ടി, അവിടുന്ന് പണ്ടാരപ്പാട്ടം കിട്ടി, ഇവിടുന്ന് മറ്റതായിട്ട് കിട്ടി എന്നൊക്കെയായിരിക്കും അതിന്റെ ആധാരം. ഇതൊക്കെ എൻ്റെ പൊന്നുമക്കളെ ഒരു ദിവസം 25,000 മൊയിലാരി അടക്കം എടുത്തുകൊണ്ടോയിക്കളയും. അതാണ് ഇപ്പൊ മോദിയും അമിത്ഷായും ചെയ്തു വച്ചിരിക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് രണ്ടും ചെയ്യുക എന്നതാണ് ഈ 2 ജിറാഫുകളുടെയും ഉദ്ദേശം. നമ്മൾ അംഗീകരിക്കുകയില്ല. നമുക്ക് ആരുടെ പിന്തുണയും വേണ്ട. രാജ്യത്തിന്റെ 47-ലെ സ്വാതന്ത്ര്യ സമരത്തില് ബ്രിട്ടീഷുകാരുടെ പിന്തുണ വാങ്ങിച്ച് അവർക്ക് വേണ്ടി രാജ്യത്ത് മുദ്രാവാക്യം മുഴക്കി ബിഷപ്പ് ഹൗസുകളിൽ ആ രാജ്ഞിയുടെയും രാജാവിന്റെയും വൈസ്രോയിയുടെയും ഫോട്ടോ വച്ചതിന്റെ പ്രതിഫലമായിട്ട് അവിടുന്ന് ഈ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടിയപ്പോൾ വഖഫ് ഭൂമിയുടെ 20 ഇരട്ടിയാണ് അവർക്ക് ആധാരം എഴുതി കൊടുത്തത്. 20 ഇരട്ടി. കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ബഹുമാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ സ്വത്ത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വഖഫ് ഭൂമിയുടെ 4 ഇരട്ടി വരും. നമുക്കുള്ളത് 5,65,000 ആധാരം സ്ഥലങ്ങളാണ്. നമ്മുടെ പൂപ്പമാർ 1400 വർഷം മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി പള്ളികളായി, യത്തീംഖാനകളായി, അറബിക് കോളേജുകളായി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ലീഗൽ ക്ലിയറായി വെക്കണം. ഇത് നിയമമായി കഴിഞ്ഞു. ഇവിടെ ഒരു ഉസ്താദ് പറഞ്ഞു 5-ാം തീയതി വരെ ഇത് നിയമമാവില്ല, 5-ാം തീയതി വരെ എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരുന്നോളാൻ. അതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ്. നിയമമായി കഴിഞ്ഞു. ഇനി ആ നിയമം നിലനിർത്തി കിട്ടാൻ, ഈ കിരാതമായ നിയമം നിലനിർത്തി കിട്ടാൻ സുപ്രീം കോടതിയിൽ എന്തെല്ലാം അഭ്യാസങ്ങൾ നടത്തണമെന്ന് മോദിയും അമിത്ഷായും അവരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1% പോലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ബാബരി മസ്ജിദിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ബാബരി മസ്ജിദ് മുസ്ലിങ്ങളുടെയാണ്. ബാബരി മസ്ജിദ് 500 വർഷം മുസ്ലിമീങ്ങൾ ആരാധിച്ചു. അവസാനം മുസ്ലിമീങ്ങൾ ഇശ നിസ്കരിച്ചത് ഇന്ന ദിവസമാണ്, ബാങ്ക് വിളിച്ചത് ഇന്ന ദിവസമാണ്, മറ്റെല്ലാ കാര്യങ്ങളും നടന്നത് ഇന്ന ദിവസമാണ്. മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് പള്ളിയാണ്, അതിനകത്ത് മിമ്പറുണ്ട്, അത് മിഹ്റാബുണ്ട്, അതിന്റെ അടിയിൽ ശിവലിംഗോ ഇല്ല. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞതും ഇല്ല. ഉമർ ഫൈസി ഉസ്താദ് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, അതും അതിന്റെ അടിയിലില്ല. അപ്പൊ അതുകൊണ്ട് അത് പള്ളിയാണെന്ന് സുപ്രീം കോടതി 99.9 നിരീക്ഷിച്ചു. 99.9 നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് അവസാനം സുപ്രീം കോടതി ഒരു വരി അതിന്റെ അടിയിൽ എഴുതി. പക്ഷേ ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരം ഒന്ന് മാനിച്ചുകൊണ്ട് നിർത്തുക, ഒരു കുഴപ്പമില്ല. ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരം ഒന്ന് മാനിച്ചുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ട്, ഗാന്ധിജീനെ ചെറുതായിട്ട് RSSകാരൊന്ന് വെടിവെച്ചതുപോലെ ചെറുതായിട്ടൊന്ന് ക്ഷേത്രാക്കി കൊടുക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നിൽ ആരുമില്ല, നമുക്ക് മുന്നിലും ആരുമില്ല. ഖുർആനും ഹദീസും നമ്മുടെ മഹാന്മാരായ ഇമാമിങ്ങളും നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരും നമ്മുടെ മഹാന്മാരായ തങ്ങന്മാരും നമ്മുടെ മഹാന്മാരായ മശായിഖന്മാരും അല്ലാതെ
നമ്മുടെ മുൻപിലും പിമ്പിലും ആരുമില്ല. ഒരാളെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഒരു KCBC ആയും പ്രതീക്ഷിക്കേണ്ട, KPCC ആയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിമിന്റെ ആവശ്യം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ എങ്ങനെ പോരാട്ടം നടത്തിയോ അതുപോലെ ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ, നമ്മുടെ പിൻതലമുറക്ക് ജീവിക്കാൻ നമ്മൾ പോരാട്ടം നടത്തണം. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഒരു പീക്കിരി ചെറിയ ഹദീസോടെ ഞാൻ പറഞ്ഞു തരാം. മൻഷദ്ദ ശുദ്ധ ഫിന്നാർ. അതിന്റെ അർത്ഥം ഉസ്താമാർക്കും തിരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും തിരിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒറ്റപ്പെട്ടാൽ ഒറ്റപ്പെട്ട് തന്നെയായിരിക്കും അയാളുടെ അവസാനം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഇദംപ്രദമായ തുടക്കമാണിത്. ഞാൻ എൻ്റെ